ഏതൊരാളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മെഡിക്കൽ എമർജൻസിയെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം എന്ന ചിന്തയോടെ മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നത് നല്ലതാണ്. അപ്രതീക്ഷിതമായ ആശുപത്രിയിലാവുമ്പോൾ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാവണമെന്നില്ല, പിന്നീട് പണത്തിനായുള്ള നെട്ടോട്ടമായിരിക്കും. ഇത് മുൻകൂട്ടി കണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ ആകസ്മികമായി വരുന്ന ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത്. വാർഷികാടിസ്ഥാനത്തിലും മാസം തോറും പ്രീമിയം അടയ്ക്കാവുന്ന തരത്തിൽ നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ വിപണിയിലുണ്ട്. ചെലവ് വരെ കവർ ചെയ്യാവുന്ന തരത്തിൽ വ്യത്യസ്തമായ ഇൻഷുറൻസ് പോളിസികളാണ് ഉള്ളത്. ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധം വ്യത്യസ്ത തരത്തിലുള്ള പോളിസികൾ ലഭ്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത്, ഇൻഷുറൻസ് പോളിസി എന്തെല്ലാം കവർ ചെയ്യുമെന്ന് മനസ്സിലാക്കണം. ഹോസ്പിറ്റലൈസേഷന് മുമ്പും ശേഷവുമുള്ള ചിലവുകൾ, ഗുരുതരമായ അസുഖങ്ങൾ തുടങ്ങിയവ കവർ ചെയ്യുന്ന പോളിസിയാണോ എന്ന് പരിശോധിക്കണം. സമഗ്രമായ കവറേജ് പോളിസിയാണ് നല്ലത്. രണ്ടാമത്തേത്, ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ആശുപത്രികളുടെ വിശാലമായ നെറ്റ്വർക്കുള്ള ഇൻഷുറൻസ് കമ്പനികളെ തിരയുക. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ക്ലെയിം പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യും. മൂന്നാമത്തേത്, വ്യത്യസ്ത പോളിസികളുടെ പ്രീമിയങ്ങൾ താരതമ്യം ചെയ്യുക. ഏറ്റവും കുറഞ്ഞ വിലയെ മാത്രം അടിസ്ഥാനമാക്കി പോളിസി തിരഞ്ഞെടുക്കരുത്. പണത്തിന് നല്ല മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രീമിയവുമായി ബന്ധപ്പെട്ട കവറേജും ആനുകൂല്യങ്ങളും പരിഗണിക്കണം. നാലാമത്തേത്, ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് പലപ്പോഴും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട്. ചില പ്രത്യേക രോഗങ്ങൾ, മുൻപ് നിലനിന്നിരുന്ന അവസ്ഥകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് വെയിറ്റിംഗ് പീരീഡ് നിശ്ചയിക്കുന്നത്. വെയിറ്റിംഗ് പീരീഡ് പരിശോധിച്ച് കുറഞ്ഞ ദൈർഘ്യമുള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തേത്, ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം, പെട്ടെന്ന് ക്ലെയിം പ്രോസസ്സ് ചെയ്ത് പണം നൽകുന്നതിൽ നല്ല ട്രാക്ക് റെക്കോർഡ് എന്നിവയുള്ള ഇൻഷുറൻസ് കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. 6, പോളിസിയിൽ ഉൾപ്പെടാത്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോളിസി നന്നായി വായിക്കുക. പോളിസിയിൽ ഉൾപ്പെടാത്തത് മുൻകൂട്ടി അറിയുന്നത് ഒരു ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഏഴാമത്തേത്, ലൈഫ് ടൈം റിന്യൂബിലിറ്റി വാഗ്ദാനം ചെയ്യുന്ന പോളിസികൾ തിരഞ്ഞെടുക്കുക. പിന്നീട് ജീവിതത്തിൽ ഒരു പുതിയ പോളിസി വാങ്ങേണ്ട ആവശ്യമില്ലാതെ പ്രായമാകുമ്പോൾ പരിരക്ഷയിൽ തുടരുമെന്ന് ഇതുവഴി ഉറപ്പാക്കാൻ സാധിക്കും. 8, മെറ്റേണിറ്റി കവറേജ്, ഗുരുതരമായ രോഗ റൈഡറുകൾ, ഗ്യാരണ്ടീഡ് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ്, വ്യക്തിഗത അപകട പരിരക്ഷ എന്നിവ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ പരിഗണിക്കുക. നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ആഡ് ഓണുകൾക്ക് പോളിസിയുടെ കവറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി 9, ചില പോളിസികൾക്ക് റൂം വാടക, നിർദ്ദിഷ്ട ചികിത്സകൾ അല്ലെങ്കിൽ കോ പേയ്മെന്റ് ക്ലോസുകൾ എന്നിവയിൽ പരിധികളുണ്ട്. ഇൻഷുർ ചെയ്തയാൾ ചിലവിന്റെ ഒരു ഭാഗം വഹിക്കണം. അപ്രതീക്ഷിത ചെലവുകൾ ഒഴിവാക്കാൻ ഈ നിബന്ധനകൾ മനസ്സിലാക്കുക.